നമസ്കാരം. ഇന്റർവ്യൂ റൂമിൽ എന്നോടൊപ്പം വി ഗോപാലകൃഷ്ണൻ, IPS, AIG റിട്ടയർഡ്. സ്വാഗതം സർ. സ്വാഗതം. വന്ദേ മാതരം. നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം, അതിന് മുൻപ് ആയിട്ടുണ്ട് പഹൽഗാം അറ്റാക്കിന് ശേഷം ഇന്ത്യ നയതന്ത്രപരമായിട്ടൊരു യുദ്ധം പാകിസ്ഥാനോട് വെച്ചത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചുകൊണ്ടാണ്. അത് ഒരു തരത്തിൽ പാകിസ്ഥാനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനിടയിലും ഒരു ചോദ്യമുണ്ടായിരുന്നു. ചൈനയുടെ ഒരു പങ്ക് ഇതിനിടയിൽ ചോദ്യം ചെയ്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. ചൈന ഒരു പ്രതികാരം എന്ന രീതിയിൽ ഇറങ്ങി തിരിച്ചാൽ നമുക്ക് അവരുടെ ഭാഗത്തു നിന്നും പല രീതിയിലും ഇങ്ങനത്തെ ഒരു നയതന്ത്രപരമായിട്ടൊരു ബ്ലോക്കേജുകൾ നമുക്ക് ഇന്ത്യക്കെതിരെ സൃഷ്ടിക്കാൻ പറ്റും. അതിൻ്റെ സാഹചര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറയേണ്ടത്. നമ്മൾ അധികം മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ താങ്കൾക്ക് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തൊക്കെയാണ് താങ്കൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഈ നമ്മൾ സിന്ധു നദി പിന്നെ ബ്രഹ്മപുത്ര ഇതിനെ കൺട്രോൾ ചെയ്യുന്ന വിഷയമായിട്ട് സംസാരിക്കുമ്പം നമുക്ക് ആദ്യം പറയേണ്ടത് ഈ ചൈനയെ പറ്റി. ചിലപ്പം ബുക്കുകളൊക്കെ കാണുമായിരിക്കും. ഈ ടി വിയിലൊന്നും ഡീറ്റെയിൽഡായിട്ട് ചൈനയുടെ ത്രെറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. അപ്പം നമുക്ക് അതിനെപ്പറ്റി സ്വപ്പം എന്ന് പറയാം. ഈ ചൈന സത്യം പറഞ്ഞാൽ ഞാൻ ചിലപ്പം ഇരുന്ന് ആലോചിക്കും, എപ്പോഴും ഇവിടെ ഒരു കാക്ക പറന്നു പോയി കഴിഞ്ഞാൽ, അല്ല അത് ഞാൻ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ 1962 മുതൽ അല്ലെങ്കിൽ 62 ചൈനയാണ്, 47 തൊട്ട് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പാകിസ്ഥാൻ ISI. ഞാൻ ചിലപ്പോൾ അതിലേക്ക് നാണമില്ലേ ഈ എപ്പോഴും ഈ ISI പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പരിതപിക്കാൻ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ ചിന്തയാണ്. ഞാൻ ആരുടെ വിസ്ഡവും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നതല്ല. ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് വെറും ഒരു ഡോബർമാനാണ്, അല്ലെങ്കിൽ ഒരു റോട്ട് വീലറാണ്. അത് നല്ല നീളത്തിലുള്ള ചെയിൻ അതിൻ്റെ പുറകിലുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യുകയാണ്. ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ അവിടുത്തെ സിവിലിയൻ ഗവൺമെൻറ്റോ അവരൊന്നും നമുക്കൊരു വിഷയമല്ല. ഈ ആർമി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യ യുദ്ധമില്ലാ കരാർ പാകിസ്ഥാനുമായിട്ട് ഒപ്പിട്ടാണ്. പാകിസ്ഥാൻ വില്ലിങ് ആയിരുന്നു തന്നെ. അപ്പോൾ ഈ പാകിസ്ഥാനെ ഒരു പ്രോക്സിയായിട്ട് എഫക്റ്റീവായിട്ട് അമേരിക്കയും USA ഇപ്പോൾ ഈ 2025 വരെയും അതിനുശേഷം ഭാഗികമായിട്ടും അവർ പഴയ പരിപാടി നടത്തിക്കൊണ്ട് പോവുകയാണ്. ചൈനയാണ് ഈ പാകിസ്ഥാനെ കൺട്രോൾ ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി ചൈനയെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഈ ഡോവർമാനെ അടി കൊടുത്തിട്ട് കാര്യം എന്താ? ഡോവർമാൻ അടി കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം അടി കൊണ്ടുകൊണ്ട് പോകും, പിന്നെ വീണ്ടും അത് തിരിച്ചു വരും. ഡോവർമാന് മറ്റേ നല്ല ന്യൂട്രീഷ്യസ് ഫുഡൊക്കെ കൊടുത്ത് ചൈന ബിസ്ക്കറ്റും എല്ലാം കൊടുത്ത് ഇറച്ചിയൊക്കെ കൊടുത്തിട്ട് വീണ്ടും വരും. നമ്മൾ പിടിക്കേണ്ടത് അവിടെയാണ്. ചൈനയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? 2014 വരെ, ഞാൻ രാഷ്ട്രീയമായി സംസാരിക്കുന്നതല്ല, 2014 വരെ ചൈന എന്ന് പറഞ്ഞാൽ എണീറ്റ് നിൽക്കും. നമ്മൾ ഇങ്ങനെ തൊഴും ചൈന എന്ന് പറഞ്ഞാൽ. അവർ സകല പോക്കൃത്തിനോ ആരാ പാകിസ്ഥാനെ ഇത് കൊടുത്തത്? ചെറിയ മിനി ന്യൂക്ലിയർ ബോംബ് കൊടുത്തതാരാ? ചൈന. അല്ലെങ്കിൽ അമേരിക്കയൊക്കെ സഹായിച്ചെങ്കിലും അങ്ങനെ ഇവന്മാരങ്ങനെ ബോംബ് ഉണ്ടാക്കണമെന്ന് അവർക്കും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഇന്ത്യ ഇഷ്ടമല്ലെങ്കിൽ പോലും ചൈനയാണ് കൊടുത്തത്. ഈ എന്തെല്ലാം കാര്യങ്ങളാണ്. നമ്മുടെ എല്ലാ ബോർഡറിലും ചൈനയുണ്ട്. നമ്മൾ പറയും മറ്റേ നേഫ ബോർഡറിൽ അരുണാചൽ പ്രദേശ് അല്ല, പാകിസ്ഥാൻ 1963 നമ്മൾ 55% പാകിസ്ഥാൻ ജമ്മു കാശ്മീർ കൊണ്ടുപോയി അന്ന് 1947. ആ 55% 50% പാകിസ്ഥാൻ്റെ കയ്യിൽ. അതിൽ 20% ജമ്മു കാശ്മീർ ഡിവൈഡ് ചെയ്ത് ചൈനയ്ക്ക് കൊടുത്തു. നമ്മൾ ഇന്ത്യ വലുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതിനെപ്പറ്റി. 20% പാകിസ്ഥാൻ്റെ ഇപ്പോൾ 35% ഉള്ളൂ. അത് ഭയങ്കര ആലോചനാ ശക്തിയോടെ ചെയ്തതാണ്. ഒരിക്കലും ഈ ജമ്മു കാശ്മീർ പ്രശ്നം തീരരുതെന്ന് ചൈന കണക്കാക്കി. ഇന്ത്യയും പാകിസ്ഥാനും ചിലപ്പോൾ അവന്മാർ ബ്രദേഴ്സ് അല്ലേ, ഇവന്മാർ ചിലപ്പോൾ ചേർന്നാലോ എന്ന് വിചാരിച്ചിട്ട് ചൈന ചെയ്ത കുടിലതയാണ് അങ്ങനെ ചെയ്തത്. അവിടെ കൂടെ ഉഗ്ര ഹൈവേ ഒക്കെ അവർ പണിഞ്ഞിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ ഇന്ത്യ പിടിക്കുമോ എന്നുള്ള ഒരുപാട് ഡിസ്കഷനൊക്കെ നടക്കുകയാണല്ലോ ഒരു 2-3 വർഷമായിട്ട്. അതുകൊണ്ട് അവിടെ കുറേ ചൈനീസ് ഇറങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൽ
ജിൽജിത്ത് അവിടെയാണ് ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വക്കാൻ കോറിഡോർ ടാജിക്കിസ്ഥാനായിട്ട് കണക്ഷൻ വരും. അപ്പോൾ പിന്നെ റഷ്യയിലോട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പോവാം. അത് കണ്ടിട്ട് ഓടാം അവിടെ. പിന്നെ സിപിക് ബലൂചിസ്ഥാനിൽ എല്ലായിടത്തും ചൈനയാണ്. പാകിസ്ഥാനിൽ അവിടെ മൊത്തം മൈനെല്ലാം കുഴിച്ച് മറിച്ച് നമ്മുടെ മൂണിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പ്രതലം എങ്ങനെ ഇരിക്കും അതേപോലെയാണ് ഈ ബലൂചിസ്ഥാൻ ഇപ്പം അങ്ങനെ ഇരിക്കുന്നത്. ബംഗ്ലാദേശ് അപ്പം ചൈനയ്ക്ക് വല്ല കാര്യമുണ്ടോ ബംഗ്ലാദേശ് വന്ന്? ഇപ്പോൾ ബംഗ്ലാദേശ് വന്ന് കിടന്ന് അവിടെ പൂച്ച മീൻകട കിടന്ന് കറങ്ങും പോലെ കറങ്ങുക. ഈ ചൈന എന്ന് പറയുന്നത് ഒരു വലിയൊരു ത്രെട്ടാണ് ഇന്ത്യക്ക്. അതിനി ഒരു സംശയവും വേണ്ട. നമ്മൾ ചൈനയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. ഈ മുകളിലുള്ള ശരീരത്തിൻ്റെ മുകളിലുള്ള ആപ്സിസ് കട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഈ ആപ്സിസിൻ്റെ എന്താണ്, ഇത് ക്യാൻസറസ് ആണോ പിന്നെ അല്ലെങ്കിൽ ഇതിന് എന്താണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആപ്സിസ് വരുന്നത് എന്ന് നമ്മൾ നോക്കണം. അത് ചൈനയാണ് അതിൻ്റെ ഉത്തരവാദി. പിന്നെ ചൈനയുടെ സ്വഭാവം പറയാം. ഇന്ത്യയിലൂടെ മാത്രമല്ല, ഇന്ത്യ ഒരു ഭയങ്കര ഒരു റൈവൽ, പവർഫുൾ റൈവലായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമുക്കിട്ട് കൂടുതൽ പണിയായിരുന്നത്. ഇവർക്ക് 18 രാഷ്ട്രങ്ങളുമായിട്ട് ചൈനയ്ക്ക് പ്രശ്നങ്ങളുണ്ട്. 18 നേഷൻസ്. എന്തിനു പറയുന്നു? റഷ്യ. ഇപ്പോൾ അവർ ഭയങ്കര കെട്ടിപ്പിടിച്ചാണ് നിൽക്കുന്നത്. എപ്പോഴും റഷ്യക്കാർ ഒരിക്കലും S-400 അത് ഒരെണ്ണം മറ്റേ 300ൻ്റെ എനിക്കൊന്ന് S-400 തന്നെ ആണോ എന്ന് ഡൗട്ടുണ്ട്. കൊടുക്കില്ല. ഇന്ത്യക്ക് തരുന്ന ഒരു സാധനങ്ങളും റഷ്യ ചൈനയ്ക്ക് കൊടുക്കില്ല. കാരണം റഷ്യക്കറിയാം ഈ ചൈനയ്ക്ക് കൊടുത്താൽ ചൈന പണിയും എന്നുള്ളത്. ഈ റഷ്യക്കാർ 50 വർഷം മുമ്പാണല്ലോ ചിന്തിക്കുന്നത്. അവരുടെ തിങ്ക് ടാങ്ക്സ് ചൈന റഷ്യ പണി. റഷ്യ ഭയങ്കര പിന്നെ റിച്ചാണ് മിനറൽ റിസോഴ്സ്. ലോകത്തിൽ ഇത്രയും റിച്ചായിട്ടുള്ള ഒരു രാഷ്ട്രം എനിക്കൊന്ന് ചിലപ്പോൾ കാനഡ അടുത്ത് വരുമായിരിക്കും. എന്നാലും റഷ്യ തന്നെയാണ് ഫ്രണ്ട്. ഗോൾഡ് ആയാലും ഡയമണ്ട് ആയാലും അയൺ ആയിരുന്നാലും ഓയിലായിരുന്നാലും എന്താ അവിടെ ഇല്ലാത്തത്? റഷ്യ. വെള്ളം, കുടിവെള്ളം ഭയങ്കര സോഴ്സല്ലേ. ഈ ചൈനയ്ക്ക് കുടിവെള്ളം ബുദ്ധിമുട്ടാണ്. അവർക്ക് 2 റിവറുണ്ട്, അത് പോരാ, വലിയ രാഷ്ട്രമല്ലേ. അപ്പോൾ ചൈന എപ്പോഴും റഷ്യയുടെ അങ്ങോട്ട് എപ്പോഴും ഒരു കണ്ണുണ്ട്. ഇപ്പോൾ ഒരു 6 മാസം മുമ്പ് ഇന്ത്യയിലെ അരുണാചൽ പ്രദേശിൻ്റെ അവിടെ മുഴുക്ക ചൈനീസ് പേരിട്ടപ്പോൾ കിടക്കട്ട് ഇത്രയും അടുപ്പമുള്ള റഷ്യയുടെ ബോർഡറിലുള്ള ചൈനയുടെ ബോർഡറിലുള്ള കുറേ പ്രോവിൻസ് ചൈനീസ് പേരിട്ട്. റഷ്യ ഒന്ന് വീക്കായ ഉറപ്പാണ് സൈബീരിയ എല്ലാം അവർ പിടിച്ചെടുക്കും. സൈബീരിയൻ വ്ളാഡിവോസ്റ്റോക്ക് ആ ഏരിയ മൊത്തം അവർ പിടിച്ചെടുക്കും. മാത്രമല്ല മഞ്ചൂറിയ ചൈനീസ് പ്രോവിൻസാണ്. മഞ്ചൂറിയയുടെ ഒരു ഭാഗം റഷ്യയുടെ കയ്യിലാണ്. മഞ്ചൂറിയയുടെ അവിടെയാണ് ഇസ്രായേലിനേക്കാളും വലിയ ഒരു ഒബ്ലാസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. ഓട്ടോണോമസ് ജൂവിഷ് ഒബ്ലാസ്റ്റ് എന്നാണ് പറയുന്നത്. അത് സ്റ്റാലിൻ ഉണ്ടാക്കിയതാണ്. ഇസ്രായേൽ വരുന്നതിന് മുമ്പ് ജ്യൂസിനെ പാർപ്പിക്കാനായിട്ട് ഇസ്രായേലിനേക്കാളും സ്ക്വയർ കിലോമീറ്ററുള്ള ഒബ്ലാസ്റ്റ് അടങ്ങുന്ന ആ റീജിയൻ ചൈനീസ് 1860 മുമ്പ് ചൈനീസ് ആയിരുന്നു. പക്ഷേ അത് റഷ്യയുടെ കയ്യിലാണ്. അപ്പോൾ അത് ചൈന അതിങ്ങനെ ഗ്രൗൾ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. പിന്നെ റഷ്യയായിട്ട് അടുപ്പമായിട്ട് അമേരിക്ക ആയിട്ടുള്ള പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് റഷ്യക്കാരെ വെറുപ്പിക്കേണ്ട. പിന്നെ ഇന്ത്യക്കാരും റഷ്യക്കാരും തമ്മിൽ ഭയങ്കര അടുപ്പമാണ്. അതുകൊണ്ട് അവർ മിണ്ടായിരിക്കുകയാണ്. പക്ഷേ ഒരു അനുകൂലമായ സാഹചര്യം വന്ന റഷ്യക്ക് പണിയും. പിന്നെ ഈ ടിബറ്റൻ റീജിയനിൽ നിന്നാണ് ഈ ഇൻഡസ് റിവറും ബ്രഹ്മപുത്ര, സാങ്പോ എന്നാണ് അവർ പറയുന്നത്, ബ്രഹ്മപുത്രയും പിന്നെ മെക്കോങ്, ഇറ്റ്സ് എ മേജർ റിവർ, മെക്കോങ്. ഈ 3 റിവേഴ്സ് വരുന്നത് ഈ ടിബറ്റിൽ നിന്നാണ്. പിന്നെ ബ്രഹ്മപുത്ര മറ്റേ എവിടുന്നോ മറ്റേ മാനസ സരോവർ മറ്റേ ലേക്കും അവിടുത്തെ ഗ്ലേസിയറിൽ നിന്നും ടിബറ്റിൻ്റെ വേറൊരു ഭാഗത്തു നിന്നാണ് ഇൻഡസും വരുന്നത്. മെക്കോങ് അതും ടിബറ്റിൽ നിന്നാണ് ഒലിപ്പിക്കുന്നത്. അപ്പോൾ ഈ ടിബറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അത് നമ്മുടെ ആളുകൾ, നമ്മുടെ ആളുകളില്ല, ഒരു നേതാവ്, ഒരു വലിയ നേതാവ്, പെരിയ ആൾ ചെയ്ത രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു സംഗതിയാണ് അത് ടിബറ്റ് 1950 അവർ കയറി ആക്രമിച്ചെടുത്തപ്പോൾ മിണ്ടാതിരുന്നത്. ഈ ടിബറ്റ് ബഫർ സ്റ്റേറ്റ് ആയിരുന്നെങ്കിൽ ഈ ചൈനയ്ക്ക് ഇന്ത്യ പണിയാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഞാൻ ഈ മെക്കോങ് റിവറിൻ്റെ കാര്യം പറഞ്ഞു. മെക്കോങ് റിവർ ഒഴുകിപ്പോകുന്ന അതും സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെയാണല്ലോ, ടിബറ്റിലാണല്ലോ. ചൈനയല്ല, ടിബറ്റ് ഓക്യുപ്പൈ ചെയ്തെന്ന് ഇന്ത്യ പറയണം.
അത് തായ്ലൻഡ്, വിയറ്റ്നാം, കംബോഡിയ, ലാവോസ് പിന്നെ 2 എണ്ണമുണ്ട്. 6 രാഷ്ട്രങ്ങൾ കൂടെയാണ് വേണം. അവരുമായിട്ടൊക്കെ അടിയാണ്. പാവങ്ങൾ അവരെ ജീവിച്ചു പോകുന്ന മീൻപിടുത്തം ഒക്കെ ആയിട്ടാണ് ഈ ലാവോസും ഇവരൊക്കെ കഴിയുന്നത്. ലാവോസ് കംപ്ലീറ്റ് കീഴടക്കി. അവരുമായിട്ടെല്ലാം തർക്കമാണ്. മലേഷ്യ, റഷ്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് വിട്ടുപോയി. ആ റീജിയനുമായിട്ട് 1969 റഷ്യയായിട്ട് ഒരു മേജർ ബാറ്റിലുണ്ടായി ചൈന. അതിൽ ഏകദേശം ഈ വിക്കിപീഡിയയിൽ അവിടെ ഇവിടെയൊക്കെ കള്ളം എഴുതി വെച്ചിരിക്കുകയാണ്. ചൈന അവിടെയും കടന്നു കയറി. ഏകദേശം 250 ചൈനീസ് സോൾജേഴ്സ് കൊല്ലപ്പെട്ടു 1969 റഷ്യയായിട്ടുള്ള വാറിൽ. റഷ്യക്ക് 75 മറ്റോ കൊല്ലപ്പെട്ടു. പിന്നെ സെബാൻകോ എന്നാ മറ്റോ പറഞ്ഞ് ഒരു ഐലൻഡിനെ ചൊല്ലി യൂറി റിവറിൻ്റെ അപ്പുറമായിട്ടാണ് ആ യുദ്ധമായി. പിന്നെ എനിക്കൊന്ന് റഷ്യ അതങ്ങ് വിട്ടുകൊടുത്തു. കാരണം ഞാൻ മഞ്ചൂറിയ കയ്യിലിരിക്കില്ല. സെബാൻകോ എന്ന് പറഞ്ഞ ഐലൻഡിനെ ചൈനയ്ക്ക് തിരിച്ചു കൊടുത്തു. പക്ഷേ യുദ്ധം നടത്തി 2004 മറ്റാണ് അതിൻ്റെ കരാറ് മറ്റോ ഒപ്പിട്ടത് ചൈനയ്ക്ക് കൊടുത്തോണ്ടുള്ളത്. പക്ഷേ ചൈന സാറ്റിസ്ഫൈഡ് അല്ല. ചൈന ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ഇനി എന്ത് കിട്ടും റഷ്യയുടെ. അപ്പോൾ റഷ്യ, മംഗോളിയ, ലാവോസ്, വിയറ്റ്നാം, ഇന്ത്യ, ഈവൻ ടർക്കി, ബോർഡർ ഡിസ്പ്യൂട്ട് ഇല്ലെങ്കിലും ടർക്കിയായിട്ട് അവന്മാർ നല്ല അടിയാണ്. പിന്നെ അങ്ങനെ 18 രാഷ്ട്രങ്ങളുണ്ട്. ഞാൻ അത് നമ്മൾ കുലങ്കഷമായിട്ട് നോക്കിയ 18 രാഷ്ട്രങ്ങൾ അതിനകത്ത് വരും. നമ്മൾ മനസ്സിൽ പോലും ബർമ, മ്യാൻമാർ, അവരുമായിട്ടെല്ലാം തർക്കമാണ്. പിന്നെ ഫിലിപ്പീൻസുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്കർമിഷസ് ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രമുണ്ട്. അവിടെ അവർക്ക് ഇത്രയും ആളുകളുണ്ട്. ഇന്ത്യ പോപ്പുലേഷൻ ചൈനയെക്കാളും ആയില്ലേ. നമ്മൾ ഇതിനകത്തല്ലേ നിൽക്കണേ. നമ്മൾ പറയുകയാണ് ശ്രീലങ്ക ഞങ്ങളുടെയാണ്, നേപ്പാൾ ഞങ്ങളുടെയാണ്, പണ്ട് അഖണ്ഡ ഭാരതം, പണ്ട് യുധിഷ്ഠിരൻ ഭരിച്ചിരുന്നു, അത് അതുകൊണ്ട് നമുക്ക് വരും. അഫ്ഗാനിസ്ഥാൻ വരെ, ഗാന്ധാരിയുടെ സ്ഥലമാണ് അഫ്ഗാനിസ്ഥാൻ. എന്താ നമുക്ക് പറഞ്ഞൂടെ? നമ്മൾ ഈ കിട്ടുന്ന സാധനം വെച്ച് നമ്മൾ മര്യാദയ്ക്ക് ഇരിക്കുകയില്ലേ? അപ്പം നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ആ ലീഡർ, അദ്ദേഹം ക്രിമിനൽ ആക്റ്റാണ് ഇന്ത്യയിലോട് ചെയ്തതെന്ന് ഇപ്പം നമ്മളിരുന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്ത്യയിലോട്, അതായത് ഈ ജൈന ബുദ്ധനും പറയണ്ട, നമുക്ക് അതിനപ്പുറം പറയാം. ഈ ജൈന സന്യാസിമാർ ഒരു സെക്ടുണ്ട്. അവർ നടക്കുന്നത് പോലും ഇങ്ങനെ താഴെ നോക്കിയിട്ടാണ് നടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവർ നടക്കുമ്പോൾ ഈ ഉറുമ്പ് അതിൻ്റെ അടിയിൽ വന്നാൽ ചത്തുപോകും. അപ്പോൾ അത് കൊല്ലയാണെങ്കിൽ കഷ്ടമല്ലേ. ആ വംശത്തിൽപ്പെടുന്ന ആളാണ് ഇദ്ദേഹം, ഈ പൊളിറ്റിക്കൽ ലീഡർ നമ്മുടെ ഇന്ത്യയുടെ. അദ്ദേഹമാണ് ഈ ചൈനീസ് ക്രിമിനൽ എൻ്റർപ്രൈസിങ്ങിന് ലൈസൻസ് കൊടുത്ത. ഒറ്റ അക്ഷരം കണ്ടില്ല. 2014 ശേഷമാണ് ഇന്ത്യ ചൈന എടുത്ത് പറ്റില്ല, നമ്മൾ വല്ലതുമൊക്കെ സംസാരിച്ചു തുടങ്ങിയത്. എങ്കിലും പോരാ എന്ന് ഞാൻ പറയും. പോരാ, ഇങ്ങനെ അല്ല. ചൈനയെ വരട്ടിയേ പറ്റുള്ളൂ. നമ്മൾ ആർമി അയച്ച് വരട്ടണമെന്ന് ഞാൻ പറഞ്ഞില്ല. പല മാർഗങ്ങളിൽ കൂടെ ചൈനയെ കണ്ടെയ്ൻ ചെയ്തേ പറ്റൂ. ചൈനയാണ് ചികിത്സിക്കേണ്ട, പാകിസ്ഥാനെ അല്ല. ഇപ്പം തന്നെ പാകിസ്ഥാൻ്റെ നമ്മുടെ യുദ്ധത്തിൽ ഇതിൽ ആക്ച്വലി മെയിൻ റോൾ വഹിച്ചത് ചൈനയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. സാർ എന്നെ തൊട്ട് മുമ്പത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, POK നമ്മൾ പിടിച്ചെടുക്കാൻ ഏതാണ്ട് 14 മണിക്കൂർ മുമ്പാണ് ഈ ഒരു യുദ്ധം നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ട് അതിനകത്ത് ഇതിന് ഗുണം ചെയ്യുന്ന ചൈനയ്ക്കല്ലേ എന്നൊരു തോന്നുന്ന സമൂഹം എല്ലാവർക്കും തോന്നിയൊരു കാര്യം കൂടിയാണ്. ഇന്ത്യ എന്തുകൊണ്ട് പെട്ടെന്നൊരു സഡനായിട്ട്, കാരണം ഈ യുദ്ധം കുറച്ചുകൂടി നീണ്ടിരുന്നെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമായിരുന്നേനെ എന്നൊരു കാര്യങ്ങൾ കൂടി വന്നിരുന്നു. ഇവിടെ ചൈനയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ നേതാക്കൾ അതിനകത്ത് കൃത്യമായിട്ട് ഇടപെടില്ല? ഒരു ആശങ്കയും കൂടെ നിൽപ്പുണ്ട് അവിടെ. അത് ശരത്തെ, നമുക്കൊന്നും അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ, TV യിലും പത്രത്തിലൊന്നും വരാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നടന്നിട്ടുണ്ട്. ഞാൻ പ്രധാനം പറയും അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ വാർ നിർത്തേണ്ടത്. ട്രംപ് വയലൻ്റായി. ഇപ്പം നമ്മുടെ ലേറ്റസ്റ്റ് റഷ്യയുടെ ഉക്രൈൻ ആക്രമിച്ച പോലും ട്രംപ് അറിഞ്ഞില്ല. ഇപ്പം ലേറ്റസ്റ്റ് മറ്റേ ബ്രിഡ്ജ് ബ്ലാസ്റ്റ് ചെയ്തത് ട്രംപ് അറിഞ്ഞില്ല. ഇത്രയും മണിക്കൂറായി ട്രംപിൻ്റെ എന്ന് പറഞ്ഞാൽ ട്രംപ് അപ്സെറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇവന്മാർ ഇതിനകത്ത് റോഗ് ഡിവിഷനുണ്ട്. CIA-യിലും MI6, ബ്രിട്ടൻ്റെ MI6-ലും CIA-യിലും. CIA ഒക്കെ ട്രംപിൻ്റെ കീഴിലാണ്, സമ്മതിച്ചു. പക്ഷെ അതിനകത്ത് റോഗ് ഡിവിഷനുണ്ട്, റോഗ്സ്. അവന്മാരാണ് ഈ പണികളൊക്കെ ഒപ്പിക്കുന്നത്, ഈ റഷ്യക്കിട്ട് പണി കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ ഈ മറ്റേ ഓപ്പറേഷൻ സിന്ദൂറിൽ നമുക്കറിഞ്ഞുകൂടാത്ത, നമ്മൾ നേരത്തെ എപ്പിസോഡിൽ സൂചിപ്പിച്ചിട്ടുണ്ട്,
അറിഞ്ഞുകൊണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് ഈ അവരുടെ ന്യൂക്ലിയർ സ്റ്റോറേജ് ഡർട്ടി ബോംബെന്നേ ഞാൻ പറയുള്ളൂ, മറ്റേ വെപ്പണില്ല. അത് ഇങ്ങനെ ഫ്യൂസൊക്കെ മാറ്റി അവരിങ്ങനെ സൂക്ഷിച്ചിരുന്നു, ലോഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ സെക്യൂരിറ്റിയും അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയ്ക്ക് വിശ്വാസമില്ല പാകിസ്ഥാനെ. കാരണം അവരുടെ ഈ ISI എന്ന് പറയുന്ന സാധനം എല്ലാ ടൈപ്പിലുള്ള ലോകത്തിലെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, മുസ്ലിം ടെററിസ്റ്റ് ഓർഗനൈസേഷനുമായിട്ട് അവർക്ക് ലിങ്കുണ്ട്. ആര് പൈസ കൊടുത്താലും അവരുമായിട്ട് ചെയ്യും. അപ്പോൾ ഈ ഫിസൈൽ മെറ്റീരിയൽ, ഞാൻ ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്നത് ഫിസൈൽ മെറ്റീരിയൽ മറ്റോ ഈ ഏതെങ്കിലും ടെററിസ്റ്റ് ഓർഗനൈസേഷന് പാകിസ്ഥാനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പാകിസ്ഥാന് വലം കൈയായിട്ട് നിന്ന സമയത്തല്ലേ മറ്റേ ഒസാമയെ പിടിച്ച തൊട്ടപ്പുറത്ത് മിലിറ്ററി അക്കാഡമിയുടെ അടുത്ത് പാർപ്പിച്ചിരുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതല്ല അമേരിക്കയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവന്മാർക്കൊരു സ്ഥിരമായിട്ടൊരു പണി കൊടുക്കുന്നവരെ ഇവന്മാരെ ഇങ്ങനെ സ്വപ്പം അടുപ്പിച്ച് നിർത്താൻ പറ്റുമെന്നതുകൊണ്ട് ഈ കിനാര ഹിൽസിലും ചൊഗായ് ഹിൽസിലും ന്യൂക്ലിയർ സ്റ്റോറേജിൽ അമേരിക്കൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത്രയും 100 F-16 കൊടുത്തിട്ടുണ്ട്. അത് ഫ്ലൈ ചെയ്യുന്ന 75 അവിടെയുണ്ട് അമേരിക്കയുടെ ടെക്നീഷ്യൻസ്. അപ്പോൾ ഈ വ്യാപകമായ തോതിൽ ഇന്ത്യക്ക് ഇത് അറിയാമായിരുന്നു, പക്ഷേ ഒഫീഷ്യലായിട്ട് ഇത് പറഞ്ഞിട്ടില്ല ആരുടെടുത്തും. അപ്പോൾ ഇന്ത്യയുടെ പ്രഹരത്തിൽ 20 ബേസ് നമ്മൾ ആക്രമിച്ചു. അവർ പറയുന്നത് 28 ബേസ് ആക്രമിച്ചു. അപ്പോൾ 28 ബേസിലും വ്യാപകമായ തോതിൽ നമ്മൾ ഈ ആക്രമിച്ചപ്പം അമേരിക്കൻ പേഴ്സണൽസ് കൊല്ലപ്പെട്ടു. പിന്നെ ആ കിനാര ഹിൽസിൽ ഇപ്പോഴും 50 കിലോമീറ്റർ റേഡിയസിലുള്ള ആളുകളെല്ലാം ഒഴിപ്പിച്ചു. അടുത്ത ഒരു 500 വർഷത്തേക്ക് അടുത്തോട്ട് പോകപ്പെട്ട റേഡിയേഷൻ മറിച്ചത്. അപ്പോൾ എനിക്കൊന്ന് ആ CIA എല്ലാം മറ്റേ റോഗ് എലമെൻറ്റ്സ് ഉണ്ടല്ലോ, അവന്മാർ ഇതിനെ എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചാണ്. ഭയങ്കര ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ അതിൻ്റെ താർത്ത് കളഞ്ഞു. അവിടെ വലിയ ഇതാണ്. നമ്മുടെ അമേരിക്കൻ പേഴ്സൺസ് എല്ലാം അവിടെ ഉണ്ട്. അവരും എല്ലാം കൊല്ലപ്പെട്ട് അത് ഇവിടെ ബോഡിയൊക്കെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ അമേരിക്കൻ പബ്ലിക് അഗൻസ്റ്റ് ആവും. അങ്ങനെയൊക്കെ വന്നപ്പം ട്രംപ് ഇടപെട്ടതാണ്. അല്ലെങ്കിൽ നമ്മളെ പിടിച്ചേന് സംശയമൊന്നുമില്ല. അപ്പോൾ ട്രംപ് അന്തം വിട്ട് ഇന്ത്യയെ വിളിച്ച്, അപ്പോൾ പിന്നെ നമുക്ക് ട്രംപിൻ്റെ മുഖത്ത് നോക്കി കംപ്ലീറ്റ് ഒരു എംഫാറ്റിക് നോ പറയാൻ പറ്റില്ല. എന്ന് ഞാൻ നമുക്ക് അമേരിക്കയെ ആവശ്യമുണ്ട്. നമുക്ക് ചുമ്മാ പറയാം ഇപ്പോൾ അമേരിക്കയുടെ പണി നോക്കട്ടെ, അത് പറ്റില്ല. ആരെന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയുടെ കൂടെ യൂറോപ്പിലെ ഫസ്റ്റ് വേൾഡും ഉണ്ട്. അപ്പം നമുക്കും അടുത്ത 3 ട്രില്യൺ എക്കോണമി, നമ്മൾ 5 ട്രില്യൺ അതിൻ്റെ മുകളിൽ 10 ട്രില്യൺ എക്കോണമിയിലേക്ക് നമ്മൾ പോവുകയാണ്. തേർഡ് ഇതാണ്. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ റഷ്യയിൽ 12 കോടി ജനങ്ങളേ ഉള്ളൂ. റഷ്യയുടെ നിന്ന് ട്രേഡ് കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് ഈ വി ആർ പ്രൊഡ്യൂസിങ്, ചൈന ആൻഡ് ഇന്ത്യ ആർ പ്രൊഡ്യൂസിങ് പ്രൊഡക്ഷൻ ഉള്ള രാജ്യങ്ങളാണ്. അതേസമയം യൂറോപ്പും അമേരിക്കയും എല്ലാം കൺസ്യൂമർ രാജ്യങ്ങളാണ്. അപ്പം നമ്മുടെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്താൽ അവർ കൺസ്യൂം ചെയ്യാക്കുള്ളൂ. അപ്പോൾ അവരെ നമുക്ക് ആവശ്യമാണ്. ഈ ഫസ്റ്റ് വേൾഡ് യൂറോപ്യൻസിന് നമ്മളെ ഇഷ്ടമല്ല, ഇതൊക്കെ തന്നെ. എങ്കിൽ പോലും ഈ ഡിപ്ലോമാറ്റിക്കായിട്ട് ചിന്തിക്കുമ്പം, അന്തർദേശീയ തലത്തിൽ ചിന്തിക്കുമ്പം അമേരിക്കയുടെ ആ ഓഫർ പിന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡിൻ്റെ ആ ഓഫർ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് അതാണ് നമ്മൾ നിർത്തിയത്. ട്രംപ് ശരിക്കും പറഞ്ഞാൽ പേടിച്ച്. ഈവൻ ഇന്ത്യക്കും അറിഞ്ഞുകൂടാ എന്തൊക്കെ ഡാമേജ് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പോയി ചെയ്തു, നമ്മൾ തിരിച്ചു വന്നു. പിന്നെ അമേരിക്കൻ സാറ്റലൈറ്റ്സും ഇന്ത്യൻ സാറ്റലൈറ്റ്സ് വിചാരിച്ചിട്ട് കിട്ടിയില്ലെന്നാണ് തോന്നുന്നത്. അമേരിക്കൻ സാറ്റലൈറ്റ്സും റഷ്യൻ സാറ്റലൈറ്റ്സും ഒക്കെയാണ് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ റേഡിയേഷൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് മനഃപൂർവ്വം ഇന്ത്യ അത് വക്കാൻ കോറിഡോർ പിടിക്കരുത് എന്ന് പോയി പിടിച്ചതല്ല. പിന്നെ ചൈനയ്ക്ക് എപ്പോഴും ജലസാണല്ലോ ഇന്ത്യയിലൂടെ. ചൈനയ്ക്കൊരു ഡിസഡ്വാൻറ്റേജ് മാത്രമല്ല, വക്കാൻ കോറിഡോറിൻ്റെ അപ്പുറത്ത് ഇവന്മാർക്ക് കുറച്ച് സ്ഥലമുണ്ട്. ഇവന്മാരവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ചൈനീസ്. എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഇന്ത്യ ഇന്നല്ലെങ്കിൽ നാളെ വക്കാൻ കോറിഡോർ പിടിക്കുന്നു. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ വക്കാൻ കോറിഡോർ, പിന്നെ പാകിസ്ഥാൻ ആൻഡ് ജമ്മു കാശ്മീർ POK ആ ഏരിയയിൽ ഇവന്മാരുണ്ട്, ചൈനീസുണ്ട്. അപ്പോൾ അത് അവർക്കും നാശം വരും, അവരും ചിലപ്പം കൊല്ലപ്പെടും. അതെല്ലാം ഉണ്ട്, അത് സത്യമാണ്. അപ്പം കമ്മിങ് ബാക്ക് ടു ദിസ് ചൈനീസ് പവർ. അപ്പം ഈ ചൈന ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായിട്ട് യുദ്ധമാണ്. അങ്ങനെയാണ് നമ്മുടെ അത് ആക്ച്വലി അത് ആദ്യം പറഞ്ഞത്
ഈ ടി വി ചാനൽ ചർച്ചകളിലൊക്കെ ഒരു ചൈനക്കാരൻ പോകും പ്രസംഗിക്കാൻ, സംസാരിക്കാൻ. അയാൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും. അപ്പോൾ അയാളാണ് ആദ്യം പറഞ്ഞത് ഞങ്ങൾ ബ്രഹ്മപുത്ര കൺട്രോൾ ചെയ്യും. ഇൻഡസ് പറഞ്ഞില്ല, ബ്രഹ്മപുത്ര ഞങ്ങൾ കൺട്രോൾ ചെയ്യും. പിന്നെ പാകിസ്ഥാൻകാരത് ഏറ്റുപിടിച്ചു, നമ്മളെ ഉപദ്രവിച്ചാൽ നിങ്ങളെയും ഉപദ്രവിക്കും, ആസാമിനെ മുക്കും, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശരിക്ക് പറഞ്ഞാൽ ബ്രഹ്മപുത്ര ഇൻഡസും അവിടെ നിന്നാണ് വരുന്നത്, ടിബറ്റിൽ നിന്നാണ് വരുന്നത്. ബ്രഹ്മപുത്രയും അവിടെ നിന്നാണ് വരുന്നത്. പിന്നെ വിക്കിപീഡിയയും മറ്റേ ഗൂഗിളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പറയും 50%, 60%. അവിടെ എല്ലാം ഈ ചൈനീസ് നുഴഞ്ഞു കയറിയിരിക്കുന്നു. ശരിക്ക് ഞാൻ ഒരു ചില സോഴ്സൊക്കെ കോണ്ടാക്ട് ചെയ്ത, വിദേശത്തുള്ള സോഴ്സുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തപ്പം ഞാൻ മനസ്സിലാക്കുന്നത് 7% ഓഫ് ബ്രഹ്മപുത്ര ക്യാൻ ബി കൺട്രോൾഡ് ബൈ ചൈന. ഓൺലി 7%. അപ്പോൾ ടിബറ്റ് ഉണ്ട്, ഇതിൻ്റെ ഇടയിൽ ഒരു ടിബറ്റ് ഉണ്ട്. അപ്പം എനിക്കിത് അറിഞ്ഞൂടായിരുന്നു. ഇതിനെ സെർച്ച് ചെയ്ത് പോയപ്പോഴാണ് ഈ വിവരം കിട്ടിയത്. ഞാനും അതിശയിച്ചു, ഈ പാവപ്പെട്ട ഈ ടിബറ്റ് ചൈനയ്ക്ക് എന്ത് ചെയ്തു? ഈ ചൈന അവിടെ കയറി, അവിടെ ഒരു ചിക്കൻ കോറിഡോറുണ്ട് ആ ടിബറ്റിൻ്റെ അടുത്ത്. അവിടെ ഇന്ത്യ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്ന് അമേരിക്കറിയില്ല. വന്നു ഈ ഗൽവാനിന് ശേഷം അവർ വന്നു. എന്നിട്ട് സ്റ്റാൻഡ് ഓഫ്, ഒരാഴ്ച മറ്റേ സ്റ്റാൻഡ് ഓഫ് ഉണ്ട്. അപ്പോൾ എന്തിനാണ് ഈ ടിബറ്റിൽ പോകണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അത് മനസ്സിലായി. ടിബറ്റിൽ നിന്ന് എനിക്കൊരു പുതിയ ഇൻഫർമേഷനാണ്. 25% ഓഫ് ടോട്ടൽ ബ്രഹ്മപുത്രയുടെ വാട്ടർ ഇന്ത്യയിലോട്ട് വരുന്നത് ടിബറ്റിൽ കൂടി. സോറി ടിബറ്റല്ല, ഞാൻ പറഞ്ഞ ഭൂട്ടാൻ, സ്ലിപ്പ് ഓഫ് ടങ്. ഭൂട്ടാൻ്റെ അവിടെയാണ് ഈ ചൈന അഡ്വാൻസ് ചെയ്തത്. ഇപ്പോൾ അവിടെ ചെറിയ ഓപ്പറേഷൻസ് അവർ നടത്തി തുടങ്ങി. ഇന്ത്യ അത് പോയി പ്രിവെൻറ്റ് ചെയ്തു. അപ്പോൾ ഭൂട്ടാൻ കൂടെ ചൈന പിടിച്ചാൽ ഈ 25 പ്ലസ് പിന്നെ ഈ 7 to 10 അല്ലെങ്കിൽ 7 എന്ന് പറയും. അപ്പോൾ 25 ഇത്രയും. അതൊരു നല്ല ക്വാണ്ടിറ്റി ഓഫ് വാട്ടറാണ്. അത് ചൈനയ്ക്ക് കൺട്രോൾ ചെയ്യും. അപ്പോൾ ചൈനയ്ക്ക് ടിബറ്റ് മാത്രം പോരാ, ഇനി ഭൂട്ടാനും കൂടെ വേണം. എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പാഠം പഠിപ്പിക്കാനാണ്. അത് ചിലപ്പോൾ നമ്മൾ ഒരു കാലത്ത് നിവർത്തിയില്ലെങ്കിൽ ഭൂട്ടാന് അനക്സ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഭൂട്ടാൻ നമ്മളുമായിട്ട് കരാർ ഒപ്പിടണം, ഇന്ത്യയായിട്ട് ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, എന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം 7% ബ്രഹ്മപുത്ര എന്നുള്ള കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ചൈന വരട്ടുന്നാണ്. വേറൊരു കാര്യം, ഈ ഇൻഡസ് റിവറും ഇതുമൊക്കെ ടിബറ്റ് കൂടെയാണ് ഒഴുകി വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടിബറ്റ് എന്ന് പറയുന്നത് ഡെസർട്ടാണ്. നമ്മളെ ഇതില്ല, ഈ ഹിമാലയൻ ഫോറസ്റ്റ് അല്ല, അവിടെ ഫോറസ്റ്റ് ഇല്ല, പ്ലെയിൻ റിവറാണ്. അപ്പോൾ അവിടുന്ന് ചെറിയ തോതിൽ നിന്ന് അത് സോഴ്സിൽ നിന്ന്, ഗ്ലേസിയറിൽ നിന്ന് ഈ നദികൾ ഉത്ഭവിച്ചിട്ട് വളരെ കുറച്ച് വാട്ടറെ ടിബറ്റിൽ കൂടെ ഒഴുകുന്നുള്ളൂ. നമ്മളെ ഇന്ത്യയിൽ പ്രവേശിക്കുമ്പം മൺസൂൺ ടിബറ്റിലില്ല. മൺസൂണും എല്ലാം കൂടെ ചേർന്ന് ഇത് വലിയ ലാർജ് റിവറാവും ബ്രഹ്മപുത്ര. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വരുന്ന ആമസോണും നൈലും കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു ബ്രഹ്മപുത്ര. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ 3rd or 4th ആണ്. അപ്പം അത് മുഴുക്ക ഗെയിൻ ചെയ്യുന്ന, സ്ട്രെങ്ത് വരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള മഴയാണ്. അതുകൊണ്ട് ചൈന നമ്മളെ ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞാൽ പേടിപ്പിച്ചാൽ നമ്മൾ താഴെ ഡാം കെട്ടും, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇൻഡസിൽ പിന്നെ 80% ഓഫ് ഇൻഡസ് വാട്ടറിൽ പിന്നെ ചൈനയ്ക്ക് വളരെ ഇൻസിഗ്നിഫിക്കൻറ്റ് ഇതേ ഉള്ളൂ. 80% ഓഫ് വാട്ടർ നമ്മൾ ഈ പാകിസ്ഥാന് 1963 ഒരു സിന്ധു നദി കരാർ ഒപ്പിട്ട് കൊടുത്തു. ചൈനയായിട്ട് ഒരു കരാറും ഇല്ല റിവറുമായിട്ട് ബന്ധപ്പെട്ട്. എന്നിട്ട് ഞാൻ നേരത്തെ ഈ ജൈന സന്യാസിമാരുടെ വർഗത്തിൽപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ നമുക്കുണ്ടായെന്ന് പറഞ്ഞില്ലേ, അയാൾ ചെയ്ത വേറൊരു പോക്കൃത്തനം നമ്മൾ ഇപ്പം അത് ആലോചിക്കുമ്പം ആക്ച്വലി നമ്മുടെ രക്തം തിളക്കുകയും, എന്തിനാണ് ഇയാൾ ഇങ്ങനെ ഇന്ത്യ ദ്രോഹം ചെയ്തത്? $175 million ഗിഫ്റ്റായിട്ട് പാകിസ്ഥാന് കൊടുത്തു. 80% റിവറെന്ന് എനിക്ക് തരാം, പാകിസ്ഥാൻ ചോദിച്ചു പോലും ഇല്ല, അത് എന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ $175 million 63 നിങ്ങൾ ആലോചിക്കണം. അന്ന് ചൈനയുടെ GDP നമ്മുടെ താഴെയാണ് ചൈനയുടെ. ആ സമയത്ത് നമ്മൾ ഇവർക്ക് ഇൻസ്റ്റാൾമെൻ്റായിട്ട് കൊടുത്തു, കനാൽ പണിഞ്ഞോട്ടെ എന്ന്. പാകിസ്ഥാൻ സാധുക്കൾ കനാൽ പണിഞ്ഞോട്ടെ. നമ്മൾ പാകിസ്ഥാൻ എന്ത് കൊടുത്താലും പാകിസ്ഥാൻ വിചാരിക്കണം ഇന്ത്യ ഒന്ന് സ്നേഹിച്ചു കളയാൻ സമ്മതിക്കില്ല. ഒന്നേ അമേരിക്ക സമ്മതിക്കില്ല, അല്ലെങ്കിൽ ചൈന സമ്മതിക്കില്ല. അപ്പം അങ്ങനെ കൊടുത്തു. അത് നമുക്കന്ന്
ദാരിദ്ര്യത്തിൽ കിടക്കുന്ന സമയമാണ്. ചൈനയുടെ മുകളിലാണെങ്കിലും ചൈന ഇന്ത്യൻ ദാരിദ്ര്യം കിടക്കണം. അപ്പം നമ്മൾ ഈ ഗിഫ്റ്റ് കൊടുത്തു. പണ്ട് ഡിവിഷന് നമ്മുടെ ഫാദർ ഓഫ് നേഷൻ സത്യാഗ്രഹമായിരുന്നു. എത്ര 25-30 ലക്ഷം രൂപ പാകിസ്ഥാന് കൊടുത്തില്ലെങ്കിൽ ഞാൻ ചാവുന്നു. അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് ബുക്കിലുണ്ട്, അൺസെൻസേർഡ് പാർട്ടിലെ ബുക്കിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അദ്ദേഹത്തിന് ശേഷം ചെയ്ത വേറൊരു ലീഡറാണ് ഇത്. ഈ പോക്കർത്തനം മുഴുവൻ ചൈനയോട് ഭയങ്കര സ്നേഹമായിരുന്നു. എപ്പോഴും ചീന ബായി ബായി എന്നൊക്കെ വിളിച്ച്. അപ്പം കൃഷ്ണമേനോനോ മറ്റോ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു അവിടെ എന്തോ ബഹളങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അന്ന് സാറ്റലൈറ്റ് ഒന്നും ഇല്ലല്ലോ, ചൈന ഭയങ്കര ഹൈറ്റിലാണ്. അപ്പം അന്ന് IB ആണോ ആരോ റിപ്പോർട്ട് ചെയ്തെന്നത് ഈ അവിടെ ഈ കുരങ്ങുകളുടെ ഒരുപാട് ശല്യമുണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകൾ ഈ കുരങ്ങുകളെ ഓടിക്കാനായിട്ട് ഇങ്ങനെ കൊട്ടുന്നതാണ്. ചൈനീസ് ട്രൂപ്സ് മാസ് ചെയ്യാണ് അവിടെ. എന്നിട്ടും ഈ പഞ്ചശീലം അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ അവർ രാവിലെ ഇങ്ങനെ കയറിയവർ നേഫ വരെ ആസാം വരെ വന്നു. അതും കഴിഞ്ഞിട്ട് ആ ചൈനീസ് പ്രീണനം തുടർന്ന് തന്നെ പോയി. അപ്പം നമ്മൾ ചൈനയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. ഐ ആം നോട്ട് ക്വസ്റ്റ്യനിങ് ദ വിസ്ഡം ഓഫ് അവർ റെസ്പോൺസിബിൾ ലീഡേഴ്സ്. ദേ ആർ ഓൾ വെരി ഇൻ്റലിജൻറ്റ്, ദീർഘവീക്ഷണമുണ്ട്, അതെല്ലാം സമ്മതിച്ചു. പക്ഷേ ഇതെനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ആസ് എ ട്രൂ ബ്ലൂ പാട്രിയോട്ട് വൈ വി ഹാവ് എ സോഫ്റ്റ് കോർണർ. 2014 ശേഷം അത് പോയി. എന്നാലും ഇപ്പം നമ്മുടെ ലാർജസ്റ്റ് ട്രേഡ് പാർട്ട്ണറാണ് അവർ. ഇതാണ് ഇംബാലൻസ്ഡ് ആണ്. ചൈനയ്ക്ക് അഡ്വാൻറ്റേജസ് ആയിട്ടാണ് ഈ ട്രേഡ് നിൽക്കുന്നത്. അത് പിന്നെ എന്തുകൊണ്ട് കുറയ്ക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ ഓരോ ചൈനീസ് കാർ ഇവിടെ നമ്മുടെ റോഡിൽ കൂടെ ഒരു കുഞ്ഞൻ ചൈനീസ് കാർ പറഞ്ഞിട്ടുണ്ടല്ലോ, MG, അത് പോകുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും 7.5 ലക്ഷം രൂപ അത് വാങ്ങണമെങ്കിൽ ആ 7.5 ലക്ഷത്തിൽ 3 ലക്ഷമെങ്കിലും നമ്മുടെ ടെററിസ്റ്റുകൾക്ക്, ഞാൻ അത് വാങ്ങിക്കുമ്പോൾ 3 ലക്ഷമെങ്കിലും കറങ്ങിത്തിരിഞ്ഞ് ടെററിസ്റ്റുകൾക്ക് വരും. അപ്പോൾ ഇങ്ങനെയുള്ളത് ചിലപ്പോൾ എൻ്റെ ഒരു അജ്ഞത കൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ പറയുന്നത്. നമുക്കത് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. ചൈന കംപ്ലീറ്റ് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതൊരു ഒരു 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 സങ്കടകരമായ കാര്യമാണ് ഈ ചൈന ഇങ്ങനെ നമുക്ക് ഈ ചെയ്യുന്ന ഈ ദ്രോഹങ്ങൾ. മാത്രമല്ല വേറൊരു കാര്യം, ഈ ബ്രഹ്മപുത്ര റിവറിൻ്റെ മോളിൽ ആകെ അവന്മാർ തരുന്നത് 7%. അതിനെ കൂടെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഒരു വലിയൊരു ഡാം അവർ 2024 പ്ലാൻ ചെയ്യുകയാണ്. കൺസ്ട്രക്ഷൻ തുടങ്ങിയെന്ന് പറഞ്ഞുകൂടാ, പക്ഷേ അത് നമ്മളത് അഡ്രസ്സ് ചെയ്യും. നമ്മൾ താഴെ ഡാം കെട്ടും. ഇന്ന് ഞാൻ ഒരു ഫ്ലഡ് ചെയ്ത് കളയും. ഈ റിവർ ബ്ലോക്ക് ചെയ്യുന്ന പോലെ തന്നെ ശേഖരിച്ച് വെച്ചിട്ട് തുറന്നു വിട്ടാൽ പോരെ. ആസാം കംപ്ലീറ്റ് ജനങ്ങൾ മുഴുവൻ അഗൻസ്റ്റാവും, ഗവൺമെൻറ്റിന് അഗൻസ്റ്റായിട്ട്. അപ്പം ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. പിന്നെ ഞാൻ എൻ്റെ മനസ്സിലുള്ള ഐഡിയയാണ്. അപ്പോൾ വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇതിൻ്റെ തിങ്ക് ടാങ്ക്സ് എഗ്രി ചെയ്യില്ലായിരിക്കാം. പക്ഷേ എന്തുകൊണ്ട് പാടില്ല എന്ന് ഞാൻ ചോദിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ ചൈനയെ പിന്നെ എങ്ങനെ കണ്ടെയ്ൻ ചെയ്യും? ആദ്യം ചൈനയെ കണ്ടെയ്ൻ ചെയ്യണമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം, മൈ സിമ്പിൾ ഒപ്പീനിയൻ, വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട. ചൈന പാകിസ്ഥാന് എല്ലാം കൊടുത്തു. എവറിത്തിങ്, വാട്ട് എവർ പാകിസ്ഥാൻ ആസ്ക്ഡ്, എവറിത്തിങ് വാസ് ഗിവൺ. പിന്നെ പാകിസ്ഥാൻ്റെ ഇന്ത്യ പറയുന്ന ഇന്ത്യയുടെ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ചൈനീസ് കയറി. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് എന്തുകൊണ്ട് ഇന്ത്യ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ചെയ്യുന്നില്ല? തായ്വാൻ 5 ന്യൂക്ലിയർ ബോംബ് കൊടുത്താൽ എന്താ? പാകിസ്ഥാൻ കൊടുത്തോ ന്യൂക്ലിയർ ബോംബ്? ഇനി അടുത്ത ന്യൂക്ലിയർ ഇത് കൊടുക്കും, സെക്കൻഡ് സ്ട്രൈക്ക് കപ്പാസിറ്റി. അത് കൊടുക്കുകയല്ല, അവന്മാർ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യും. അല്ല പാകിസ്ഥാൻകാർക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ചൈനീസ് ഒന്ന് ഓപ്പറേറ്റ് ചെയ്യും. അത് വർക്ക് ചെയ്യുകയോ ഇല്ല എന്നുള്ള ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഇഷ്യൂ. അപ്പോൾ ഇനി എന്താ? ഇനി വേറൊന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇസ്ലാമാബാദിൽ കൂടെ ചൈനക്കാരെ കയറി അവിടെ ഇരുന്നിട്ട് പിന്നെ മൗലവി, മറ്റേ ഫീൽഡ് മാർഷൽ മൗലവി, അയാൾക്ക് ഓർഡേഴ്സ് അടിച്ചു കൊടുക്കും ഇംഗ്ലീഷിൽ. ഇനി അതും കൂടെ ചെയ്യാനുള്ളൂ. 5 ന്യൂക്ലിയർ ബോംബ് ഇന്ത്യ തൈവാന് കൊടുക്കണം. ഒരു 100 പൃഥ്വി, അത് ഡെലിവറി ഉണ്ട്, പൃഥ്വി മിസൈൽ. പിന്നെ ഒരു 10 അഗ്നി. തൈവാൻ എംബസി ഇവിടെ ഡൽഹിയിൽ ഓപ്പറേറ്റ്. അവരെന്ത് കുറ്റം ചെയ്തു ഇന്ത്യക്കെതിരായിട്ട്? എന്ത് കുറ്റമാണ് തൈവാൻ ഇന്ത്യക്കെതിരായിട്ട് ചെയ്തത്? നമുക്ക് ആരെയാ പേടി? UN പോകാൻ പറയും. UN എന്ന് പറയുന്നത് ഈസ് എ യൂണക്ക്. എന്താ UN എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഇന്ത്യക്ക് അഗൻസ്റ്റാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ നമ്മൾ ഈ കാണുന്ന ശശി തരൂർ സാറൊക്കെ അവിടെ പോയിട്ടൊന്ന് അദ്ദേഹത്തിൻ്റെ ജോലിയൊക്കെ നന്നായിട്ട് ചെയ്തെങ്കിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടായില്ല. നമ്മുടെ കവിളത്താണ് അടിച്ചത്. UN ഒരു പ്രധാനപ്പെട്ട ഒരു ബോഡിയിൽ പാകിസ്ഥാനെ മെനഞ്ഞാന്ന് ഇതാക്കി, ചെയർമാനാക്കി.
ഇത്രയും നമ്മൾ പോയി സ്പീച്ചും നമ്മുടെ സ്പിറ്റലും നമ്മുടെ ലീഡേഴ്സിൻ്റെ സ്പിറ്റലും എല്ലാം വേസ്റ്റ് ചെയ്തിട്ട് UN ചെയ്തതാണ്. UN നമ്മൾ എന്തോന്ന് ചെയ്യും? എന്തിനാ ഇനി UN നമ്മളെ പെർമനൻറ്റ് മെമ്പർ ആക്കൂല, അത് നമ്മളാക്കില്ല. ആക്കിയിട്ട് എന്ത് ചെയ്യാനാ? അതുകൊണ്ട് തൈവാനുമായിട്ട് നമ്മൾ അടുക്കണം. ദലൈലാമയുടെ അടുത്ത ശിഷ്യനെ പ്രഖ്യാപിക്കണം. സിങ്യാങ് പ്രോവിൻസ് തർക്ക വിഷയമാണ്. യു ഹാവ് ഓക്കുപ്പൈഡ് ദാറ്റ് ലാൻഡ് എന്ന് ഇന്ത്യ ബോൾഡായിട്ട് പറയണം. ടിബറ്റ് ഓൾസോ an occupied land. It was an autonomous body. You are illegally occupying എന്ന് പോലും നമ്മൾ പറയും. നമ്മൾ മൊത്തം പറയണ പാകിസ്ഥാനെയാണ്. അങ്ങനെയല്ല. ചൈന, ഇറ്റ് ഈസ് ഹൈ ടൈം ടു ടാർഗറ്റ് ചൈന. നമ്മളെന്തിനാ ചൈന പേടിക്കണം? ചൈന നമ്മളെ മൂക്കി വലിച്ചു കളയും, മൂക്കി കൂടെ വലിച്ചു കയറ്റി കളയും, ഒന്നും ചെയ്യില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. അതായത് ഇപ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റത്തിനെ എല്ലാവരും പ്രകീർത്തിക്കുന്നുണ്ട്. മാത്രമല്ല റഷ്യ ഇപ്പോൾ ഇനി ഇന്ത്യയുടെ ഒരു ടൈപ്പ് വെച്ചിട്ടുണ്ടായിരുന്നത് ടാറ്റ ഏവിയേഷൻസുമായിട്ട് റഫേലിൻ്റെ ഇനിയുള്ള ഫ്യൂസ്ലേജ് നിർമ്മാണം എന്തോ നടക്കാൻ പോകുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇവിടെ ഇന്ത്യയിൽ നിർമ്മാണം വരാൻ പോകുന്നു പറയുന്നുണ്ട്. മാത്രമല്ല ഇത് കണ്ട് അമേരിക്ക F-35 സോഴ്സ് കോഡ് അടക്കം തരാമെന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ ഇന്ത്യക്ക് മൊത്തത്തിലൊരു പിന്തുണ കിട്ടുന്നു. അങ്ങനെ ഒരു എന്ത് പറയാനാണ്, ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ട ശക്തികളിൽ നിന്ന് ഇന്ത്യക്ക് പിന്തുണ കിട്ടുന്നുണ്ട്. ഇത് ചൈനീസിനെ എത്രത്തോളം ഇത് പ്രകോപിപ്പിക്കും? ഇപ്പോൾ ഈ രീതിയിൽ ഇന്ത്യക്ക് സ്വാധീനങ്ങളെ ഓരോന്നായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും, സൂപ്പർ പവറായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ആശങ്കപ്പെടുന്നില്ല. ഈ രീതിയിൽ ഇന്ത്യക്ക് തിരിച്ച് ഒരു ഡിഫൻസീവ് രീതിയിലുള്ള ഒരു രീതിയിൽ അവരോട് പെരുമാറിക്കൂടെ എന്നുള്ള രീതിയും കൂടെ നമുക്ക് ഈ ഘട്ടത്തിൽ ചോദിക്കാനുണ്ട്. പിന്നെ ശരത്ത് പറഞ്ഞ പോയിന്റ്സ് സ്ട്രോങ് ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. പിന്നെ റഷ്യ അമേരിക്ക സോഴ്സ് കോഡ് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആർക്കും കൊടുത്തിട്ടില്ല. ഒരിതൊക്കെ ഓസ്ട്രേലിയൻസ് പാവത്തങ്ങൾ ഈ F-16 കൈ നീട്ടി വാങ്ങിച്ച് പൈസ കൊടുത്തിട്ടാണ്, ചുമ്മാതല്ല, വാങ്ങിച്ച് അവിടെ കൊണ്ടുവച്ചിട്ട് ആക്ച്വൽ ഫ്ലൈറ്റിന് ആഫ്റ്റർ 2 years, എനിക്കൊന്ന് 2023-24 ഫ്ലൈറ്റിൽ എന്തോ ഇതായി, ഡ്യൂറിങ് മിഡ് ഫ്ലൈറ്റ് എന്തോ പ്രശ്നമായി. എന്ത് ചെയ്യണമെന്ന് പാവപ്പെട്ട ഓസ്ട്രേലിയൻസിന് അറിഞ്ഞൂടാ. പിന്നെ അമേരിക്കയെ വിളിച്ച് പിന്നെ അമേരിക്കക്കാർ ഓസ്ട്രേലിയ വന്ന് പ്ലെയിൻ താഴെ ഇറക്കി ഒരു മേജർ ലാക്കുണ. ഓസ്ട്രേലിയ അമേരിക്കയുടെ ഒരു വലം കൈയാണ്. UK-ക്കാളും അടുപ്പമാണ് ഓസ്ട്രേലിയൻസിന്. എന്നിട്ട് പോലും അവർക്ക് പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊരു വലിയൊരു ഷിഫ്റ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ USA-ക്ക് മനസ്സിലായി റഷ്യ Su-57 കോഡ് കൊടുക്കും, S-500 കോഡ് കൊടുക്കും. പിന്നെ ഇന്ത്യക്ക് മാറ്റങ്ങൾ വരുത്താൻ, പിന്നെ ഫ്രാൻസ് കസ്റ്റമൈസ്, നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഫ്രാൻസിൻ്റെ റഫേൽ സോഴ്സ് കോഡ് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെട്ടു. അതുകൊണ്ട് നമ്മളും സോഴ്സ് കോഡ് കൊടുക്കാം എന്ന് അവർ മേ ബി ട്രൂ. അത് ഇറ്റ്സ് വെരി ഹാർഡ് ടു ബിലീവ്. പക്ഷേ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പോളിസി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ചൈനയെ നമ്മൾ റെഡിയാക്കിയില്ലെങ്കിൽ ശരിയാവില്ല. ബാക്കിയുള്ള എല്ലാം വിദേശ നമ്മുടെ ജയശങ്കർജിയുടെ സബ്ലൈം പിന്നെ പോളിസീസാണ് വിദേശ ഇൻ്റർനാഷണലി. അത് കൈകൂപ്പി പറഞ്ഞേ പറ്റുള്ളൂ, അത്ര ഉഗ്രനാണ്. എക്സെപ്റ്റ് ദിസ് ചൈനീസ് വിഷയം. അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. അമേരിക്ക തരുമെങ്കിൽ അത് വാങ്ങിക്കും, റഷ്യ തരുമെങ്കിൽ അത് വാങ്ങിക്കും, പിന്നെ ഫ്രാൻസ് തരുമെങ്കിൽ അത് വാങ്ങിക്കും, ജർമ്മനി തരുമെങ്കിൽ അത് നമ്മൾ വാങ്ങിക്കും. എല്ലാം വാങ്ങിച്ചിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഇവിടുത്തെ കണ്ടീഷൻസ് അനുസരിച്ച് ഇവിടുത്തെ ടോപ്പോഗ്രാഫി, ചൈന പാകിസ്ഥാൻ ടോപ്പോഗ്രാഫിയും ജോഗ്രഫിയും വെച്ചിട്ട് നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കും. അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. എക്സലൻറ്റ് പെർഫോമൻസ്. അത് നമ്മുടെ ഡിഫൻസ് സ്ട്രാറ്റജിസ്റ്റ്, DRDO, പിന്നെ ജയശങ്കർജി, മോഡിജി, ഡോവൽജി, ഇന്ത്യൻ 3 ചീഫ്സ്, ഇതെല്ലാം ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എക്സലൻ്റ് ആയിട്ട് ചെയ്തു.